ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം 15 വാക്യം മുതൽ നമുക്ക് വായിക്കാം. 21 അധ്യായം 15 വാക്യം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നുവെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട വളരെ ശ്രദ്ധേയമായൊരു സംഭവമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർ തീർച്ചയായും നിരാശയിലാണ്ടുപോയി. അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്നവർക്ക് തോന്നി. ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്നും യഹൂദ ജാതിയെ റോമൻ കൈസറുടെ ഭരണത്തിൽ നിന്ന് വിടുവിക്കുന്നവനെന്നും എല്ലാം അവർ യേശുവിനെക്കുറിച്ച് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് യേശു രാജാവായി വരുമെന്നും രാജാവായി വാഴുമെന്നും അന്ന് 12 സിംഹാസനങ്ങളിൽ നിന്ന് യേശുവിനോടുകൂടി അവരും ഭരിക്കുമെന്നും എല്ലാം അവർ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോഴെല്ലാം, യേശു അത്ഭുതം പ്രവർത്തിക്കുമ്പോഴെല്ലാം അവരുടെ ഉള്ളം വളരെ സന്തോഷിച്ചിരുന്നു. വളരെയേറെ അവരാവേശത്തോടെ യേശുവിനെ അനുഗമിച്ചിരുന്നു. എന്നാൽ അവരുടെ ഹൃദയത്തിൽ ഭൗതികമായ ആ ഒരു രാക്കുണ്ടായിരുന്നു. അവർ യേശു വലിയ ഒരു വിപ്ലവകാരിയാണ് എന്നും യേശു വലിയ ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് എന്നും യേശു യഹൂദ ജനതയെ ഉദ്ധരിക്കുന്നവനാണ്, വീണ്ടെടുക്കാനുള്ളവനാണ്, യേശു റോമൻ സീസറുടെ ഭരണത്തിൽ നിന്ന് അവരെ വിടുവിക്കുന്നവനെന്നും എല്ലാമുള്ള പ്രതീക്ഷകൾ എല്ലാം ഒരുമിച്ച് നഷ്ടപ്പെട്ടു പോയി ഈ ക്രൂശാരോഹണത്തോടു കൂടി. യേശുവിനെ വിസ്തരിച്ചപ്പോൾ അവർ അമ്പരന്ന് പോയി. അവർക്ക് ചിന്തിക്കാവുന്നതായിരുന്നില്ല. യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോൾ അവർ ദൂരെ മാറി നടന്നത് അതുകൊണ്ടാണ്, അവർ ദൂരെ ഓടിപ്പോയത് അതുകൊണ്ടാണ്. അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. യേശുവിനെ ക്രൂശിച്ചപ്പോൾ ക്രൂശിന് താഴ്വരയിൽ യോഹന്നസ്ലീഹ അല്ലാതെ മറ്റാരെയും കാണുന്നില്ല, ശിഷ്യന്മാരായ ആരെയും കാണുന്നില്ല. അവരെല്ലാം വിട്ടുപോയി, അവരെല്ലാം ഓടിപ്പോയി, അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ യേശു ക്രൂശാരോഹണം ചെയ്തതിന് ശേഷം അവർ ഏതാണ്ട് ചിതറിപ്പോകുമെന്നുള്ള സ്ഥിതി വന്നപ്പോഴാണ് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്ത അവർ കേൾക്കാനിടയായത്, പിന്നീട് കാണാനിടയായത്. അപ്പോഴവർക്ക് ധൈര്യം കിട്ടി. അവരെ ഉണർത്തുവാനായി യേശു അവരുടെ മേൽ ഊതുകയും പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുമെന്ന് പറയുകയും ചെയ്തു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. എങ്കിൽ പോലും അവരുടെ ഹൃദയം നല്ലതുപോലെ ഉറപ്പിലേക്ക് വന്നില്ല. യേശു ഉയർത്തെഴുന്നേറ്റ് ശരിയാണ്, പക്ഷേ അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ചിന്ത അവരെ വല്ലാതെ അലട്ടിയിരുന്നു. അതുകൊണ്ടാണ് 21 അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നാം വായിക്കുന്നത്, അവർ പഴയ തൊഴിലിലേക്ക്, പഴയ പടകും പഴയ വലയുമായി ഇറങ്ങിപ്പോയത്. നമുക്ക് വായിക്കാം 21 അധ്യായം ആദ്യ വാക്യങ്ങൾ. അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനയിലെ നഥനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നുവെന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നുവെന്ന് അവർ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവർ 12 ശിഷ്യന്മാരുണ്ടായിരുന്നതിൽ ഇസ്കരിയോത്ത് യൂദാ മാറിക്കഴിഞ്ഞു. പിന്നെ 11 പേരുണ്ട്. ഇപ്പോൾ അവരിൽ 7 പേരെ മാത്രം ഒരുമിച്ച് കൂടി അവരാലോചിക്കുകയാണ്, നമുക്ക് പഴയ തൊഴിലിലേക്ക് പോയാലോ, പഴയ ജോലിയിലേക്ക് പോയാലോ? പ്രതീക്ഷകളെല്ലാം തീർന്നില്ലേ? നമ്മുടെ ആശകളെല്ലാം അസ്തമിച്ചില്ലേ? ഇനി എന്തിന് നാം ഇങ്ങനെ കൂടിയിരിക്കണം? നമുക്ക് പഴയ തൊഴിലിലേക്ക് പോകാം. പഴയ പടകും പഴയ വലയും എടുത്ത് പഴയ കടലിലേക്ക് പോകാം, ഗലീല കടലിലേക്ക് പോകാം. ഗലീല കടലിന് ചില ഭാഗത്ത് തിബരിയാസ് കടൽ എന്നാണ് പറയുന്നത്, ചില ഭാഗത്ത് ഗന്നേസരത്ത് തടാകമെന്നാണ് പറയുന്നത്. എല്ലാം ഒരേ കടൽ തന്നെയാണ്, ഒരേ തടാകം തന്നെയാണ്. നമുക്ക് പഴയ കടലിലേക്ക് പോകാം, ഗലീല കടലിലേക്ക് നമുക്ക് പോകാം, തിബരിയാസ് കടലിലേക്ക് നമുക്ക് പോകാം.
അവർ ഒരുമിച്ച് കൂടി ആലോചിച്ചു. പത്രോസാണ് നേതൃത്വം കൊടുത്തത്. പത്രോസാണ് പറഞ്ഞത്, ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. പത്രോസ് അവർ പോരണമെന്ന് പറഞ്ഞില്ല, ഞാൻ പോകുന്നതാണ് പറഞ്ഞത്. എൻ്റെ തീരുമാനം ഇതാണെന്നാണ് പറഞ്ഞത്. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു പറഞ്ഞു. അത് മറ്റുള്ളവരെ സ്വാധീനം ചെയ്തു. ഞങ്ങളും പോരുന്നു എന്നവർ പറഞ്ഞു. ഒരാൾ തെറ്റിലേക്ക് നീങ്ങുമ്പോൾ മറ്റുള്ളവർ അതിലേക്ക് സ്വാധീനം ചെയ്യപ്പെടുക സ്വാഭാവികമാണ്. ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞു. അവർ പോയി മീൻ പിടിക്കാൻ പോയി. എല്ലാം കർത്താവ് കാണുന്നുണ്ടല്ലോ. നേതൃത്വം കൊടുക്കുന്നത് ശിമോൻ പത്രോസാണെന്നും കർത്താവ് കാണുന്നുണ്ട്. മീൻ പിടിക്കാൻ പഴയ തൊഴിലിലേക്ക് പോകുന്നത് അതിന് നേതൃത്വം കൊടുത്തത് ശിമോൻ പത്രോസാണെന്ന് കർത്താവ് കാണുന്നുണ്ട്. ശിമോൻ പത്രോസ് ഈ മറ്റ് 6 പേരോടുകൂടി പോയി മീൻ പിടിക്കാൻ പോയി. അന്ന് ഒന്നും പിടിച്ചില്ല, ഒന്നും കിട്ടിയില്ല. വളരെ ക്ഷീണിതരായി രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ തളർന്ന് വിവശരായി ഇരുന്നപ്പോഴാണ് കരയിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്നത്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന്. നേരം പരവര വെളുക്കുന്നേ ഉള്ളൂ. രാത്രി മുഴുവൻ അധ്വാനിച്ചു, വലവീശി, ഒരു മീനും കിട്ടിയില്ല. അപ്പോഴാണ് വാത്സല്യമസൃണമായൊരു സ്വരം, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് ആഹാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, കൂട്ടുവാൻ എന്തെങ്കിലും നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടോ? കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ആഹാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ക്ഷീണിതരാണെന്ന് എനിക്കറിയാം, നിങ്ങൾ തളർന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഈ അധ്വാന ഭാരം കൊണ്ട്, രാത്രിയിലെ ക്ലേശം കൊണ്ട് നിങ്ങൾ അവശരാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മനസ്സും ക്ഷീണിച്ചു, ശരീരവും ക്ഷീണിച്ചു എന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനോട് കൂട്ടുവാൻ വലുത് നിങ്ങളുടെ കയ്യിലുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഉപദംശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കറി എന്തെങ്കിലും ഉണ്ടോ? കൂട്ടുവാൻ വലുതുണ്ടോ എന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം വായിക്കുന്നത് എങ്ങനെയാണ്? ആ സമയത്ത് അവർ അത്ഭുതപ്പെട്ടു. യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. സത്യം, ഇല്ല എന്നവർ പറഞ്ഞു. ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. വ്യർത്ഥമായ യത്നം, വ്യർത്ഥമായ പ്രയത്നം. അവർ നിരാശരായിരുന്നു. ഒന്നുമില്ല, കിട്ടിയില്ല. കർത്താവ് പറഞ്ഞു, വലതുഭാഗത്ത് വല വീശുവീൻ, പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവീൻ. അവർ വീശി. നമുക്ക് വായിക്കാം, ഭാഗം വായിക്കാം, 6-ാം വാക്യം മുതൽ. പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവ് ആകുന്നുവെന്ന് പറഞ്ഞു. കർത്താവ് ആകുന്നുവെന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. ദൈവത്തിന് സ്തോത്രം. അത്ഭുതം. ക്ഷീണിതരായി ആ ശിഷ്യന്മാർ 7 പേരും വരുമ്പോഴുണ്ട്. അവിടെ തീ കൂട്ടിയിരിക്കുന്നു, ആഹാരം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. നാം കാണുന്നത് എങ്ങനെയാണ്? അവർ കരയ്ക്കിറങ്ങിയപ്പോൾ തീക്കനൽ, അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നു, അടുത്ത് അപ്പവും ഉണ്ട്. അവരത്ഭുതപ്പെട്ടു. കർത്താവിനെ വിട്ടു പോയെങ്കിലും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കരുതി. ഞങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ച് പോയെങ്കിലും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. ഞങ്ങൾക്ക് ആഹാരം അവിടുന്ന് കരുതി. ഞങ്ങളുടെ കാര്യം അവിടുന്ന് മറന്നില്ല. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എങ്കിലും അവൻ ജീവിക്കുന്നുണ്ട്. അവനിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അവനിപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അവനെല്ലാവരും തള്ളപ്പെട്ടു പോയെങ്കിലും അവൻ ഞങ്ങളുടെ കാര്യം മറന്നിട്ടില്ല. 3.5 വർഷം മുൻപ് ഗലീല കടലിൽ നിന്ന് അവൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോൾ അന്ന് ഞങ്ങൾ വിളിച്ച് പുറപ്പെടുവിച്ചവൻ ഞങ്ങളുടെ കാര്യം മറന്നിട്ടില്ല. ഞങ്ങളെ വിളിച്ചിറക്കി ഞങ്ങളെ ഇത്രയും കാലം നടത്തിയവൻ ഞങ്ങളുടെ കാര്യം മറന്നു പോകുന്നവനല്ല. ഞങ്ങളുടെ ആഹാര കാര്യം അവൻ നോക്കുന്നുണ്ട്. അവിടെ തീക്കനൽ കണ്ടു, തീക്കനമേൽ മീൻ വെച്ചിരിക്കുന്നത് കണ്ടു, അപ്പവും കണ്ടു. അടുത്ത വാക്യം. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീനെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർക്ക് ലഭിക്കുന്നത് സ്നേഹമാണ്. അവർക്ക് വേണ്ടി കരുതുന്ന സ്നേഹം, അവർക്ക് ആഹാരം കരുതുന്ന സ്നേഹം, അവരുടെ കാര്യം അന്വേഷിക്കുന്ന സ്നേഹം. വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ. നിങ്ങൾ എന്നെ വിട്ടു പോയല്ലോ എന്ന് കർത്താവ് ചോദിച്ചില്ല. എങ്കിലും നിങ്ങൾ എന്നെ മറന്നു പോയല്ലോ എന്ന് കർത്താവ് പറഞ്ഞില്ല. നിങ്ങൾ എന്നോട് അവിശ്വസ്തത കാണിച്ചല്ലോ എന്ന് കർത്താവ് പറഞ്ഞില്ല.
ഞാൻ നിങ്ങൾക്ക് പലവട്ടം പ്രത്യക്ഷനായി ഞാൻ ജീവിക്കുന്നു തെളിയിച്ചിട്ടും നിങ്ങൾ എൻ്റെ കാര്യം മറന്നുപോയത് എന്തായെന്ന് കർത്താവ് ചോദിച്ചില്ല. പഴയതൊന്നും ചോദിച്ചില്ല, പഴയൊന്നും ചോദിക്കുകയില്ല. സ്നേഹം മാത്രമാണ്. യേശു സ്നേഹം മാത്രം നൽകി. എൻ്റെ സഹോദരങ്ങളെ, മറക്കരുത്, യേശു സ്നേഹം മാത്രം നൽകുന്നവനാണ്. നാം എന്തെല്ലാം തെറ്റ് ചെയ്യുമ്പോഴും ആ വാത്സല്യം നമ്മെ തേടി വരുന്നു. ആ സ്നേഹം നമ്മുടെ പിറകെ വരുന്നു. നമ്മെ വാത്സല്യത്തോടെ വിളിക്കുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വലുതുണ്ടോ എന്ന്. എന്തോ ഒരു വാത്സല്യം! നിങ്ങൾക്ക് വലുതും കിട്ടിയോ എന്നാണ് ചോദിക്കുന്നത്. അവർ തന്നെ അറിയണം, ഒന്നുമില്ല എന്നവരറിയണം. അത് അവരുടെ നാവ് കൊണ്ട് തന്നെ അവർ ഏറ്റു പറയണം. ഞങ്ങളുടെ യത്നം നിഷ്ഫലമാണ് കർത്താവേ എന്നവർക്ക് തോന്നണം. അത് അവരുടെ നാവ് കൊണ്ട് തന്നെ അവർ ഏറ്റു പറയണം. വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം, കർത്താവാകുന്നുവെന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്നവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. ദൈവത്തിന് സ്തോത്രം. എന്തൊരത്ഭുതം! ഏതാനും നാളുകൾക്ക് മുൻപ് ബേത്സയിദയിലെ മലഞ്ചെരിയിൽ 5000 ആളുകൾ ഇരുന്നിടത്ത് അവർക്ക് ആഹാരം കൊടുക്കുവാനായി ആ ബാലകൻ കൊടുത്തതായ 5 അപ്പവും 2 മീനും നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിൽ വിളമ്പുവാൻ ഏൽപ്പിച്ചതുപോലെ ഇപ്പോഴിതാ യേശു വന്ന് അവർക്ക് വിളമ്പിക്കൊടുക്കുന്നു. യേശുവിൻ്റെ കരം കൊണ്ട് അവർക്ക് വിളമ്പിക്കൊടുക്കുന്നു. സ്നേഹിതരെ, ഞാൻ വളരെ എളിമയോട് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വാസ്തവമായി യേശുവിനെ നിങ്ങൾ കാണുന്നുവെങ്കിൽ, യേശുവിനെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ, നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാമായി നിങ്ങൾ വലയുമ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് വരുന്ന യേശു സ്നേഹം നിറഞ്ഞവനാണ്. നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അവൻ വന്ന് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങൾക്ക് പരീക്ഷയിലെ വിജയം തരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങൾക്കൊരു ജോലി തരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങളുടെ പട്ടിണി മാറ്റുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. കടം മാറ്റുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. രോഗം മാറ്റുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. കുടുംബത്തിലെ ക്ലേശങ്ങൾ മാറ്റുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങളുടെ മനസ്സിലെ ചില ആകുലങ്ങൾ മാറ്റുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങളുടെ ആശകൾ നിറവേറ്റി തരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. പ്രിയപ്പെട്ടവരെ, യേശു സ്നേഹമാണ്. ദൈവത്തിന് സ്തോത്രം. യേശു അവർക്ക് വിളമ്പിക്കൊടുത്തു. ക്ഷീണിതരായി അവശരായിരിക്കുന്ന, അത്ഭുതപ്പെട്ടിരിക്കുന്ന ആ പാവം ശിഷ്യന്മാർക്ക് യേശു 7 പേർക്കും ഓരോരുത്തർക്ക് വിളമ്പിക്കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അവർ ഭക്ഷണം കഴിച്ചു. യേശു ശീമോൻ്റെ തോളിൽ പിടിച്ചു. ശീമോൻ്റെ അങ്ങനെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ശീമോൻ്റെ തോളിൽ പിടിച്ചു. ശീമോനെ തിരിമാറ്റിക്കൊണ്ടുപോയി യേശു ചോദിച്ചു, ബറിയോനാ ശീമോനെ, യോഹന്നാനോനായ ശീമോനെ, നീ ഇവരിലെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ സ്നേഹമാണ് നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ നിനക്ക് സ്നേഹം തന്നില്ലേ? എന്തെങ്കിലും ഞാൻ നിന്നെ ദ്വേഷിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? മോനെ, നീ ഇവരിലെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? വാത്സല്യം നിറഞ്ഞ ഒരു സ്വരം. ദൈവത്തിന് സ്തോത്രം. എന്താണ് നമുക്ക് വായിക്കാം. 21-ാം അധ്യായം 15-ാം വാക്യം മുതൽ. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ഇരിക്കുന്ന ശിഷ്യന്മാരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവരെന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ അവരേക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവത്തിന് സ്തോത്രം. ഈ കാണുന്ന പടകിനേക്കാളും വലയേക്കാളും ഈ തൊഴിലിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? വളരെ അർത്ഥവത്തായൊരു ചോദ്യമാണ്. എല്ലാറ്റിലും ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാൻ്റെ മകനായ ശീമോനെ, ദൈവത്തിന് സ്തോത്രം. കർത്താവ് എത്ര വാത്സല്യത്തോടാണ് വിളിക്കുന്നത്! കർത്താവ് സ്നേഹത്തോടെ വിളിക്കുകയാണ്. യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിലെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? എൻ്റെ സഹോദരങ്ങളെ, സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന സ്വർഗീയ രാജാധിരാജൻ്റെ അത്ഭുത കൃപ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് കെഞ്ചുകയാണ്. മോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? എൻ്റെ മോളെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? എൻ്റെ പ്രിയ പൈതലെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? എൻ്റെ വാത്സല്യപുത്ര, നീ എന്നെ സ്നേഹിക്കുന്നുവോ? എൻ്റെ അരുമകുമാരി, നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്നേഹത്തോടെ ചോദിക്കുകയാണ്, വാത്സല്യപൂർവ്വം ചോദിക്കുകയാണ്, നീ ഇവരിലെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവത്തിന് സ്തോത്രം. എന്നേക്കാളധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും, തന്നെ ത്യജിച്ച് തൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിപ്പം കഴിയുകയില്ല. കർത്താവ് പണ്ട് പറഞ്ഞത് അവരുടെ ഹൃദയത്തിലുണ്ട്, അതെല്ലാം അവരുടെ ഓർമ്മയിലുണ്ട്. പക്ഷേ അതെല്ലാം അവരെ നിശേഷം ത്യജിച്ചാണ് അവർ ഇറങ്ങിപ്പോയത്. എല്ലാവരും മറന്നുപോയി. പണ്ട് കിട്ടിയ വാഗ്ദത്തങ്ങൾ മറന്നുപോയി, പണ്ട് കിട്ടിയ വചനങ്ങൾ മറന്നുപോയി, പണ്ട് കിട്ടിയതായ അനുഗ്രഹങ്ങൾ മറന്നുപോയി. ഏതെല്ലാം അത്ഭുതങ്ങളാണ് കണ്ടത്, എന്തെല്ലാം അതിശയങ്ങളാണ് കണ്ടത്, എല്ലാം ഒരു മറന്നുപോയല്ലോ. എത്ര പെട്ടെന്നാണ് മറന്നു
മറന്നുപോയത്? ദൈവവേദനയെ നിൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടന്നിട്ടില്ലയോ? ചില അത്ഭുതങ്ങൾ നിനക്ക് സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ലയോ? ദൈവം നിന്നെ അനുഗ്രഹിച്ച് നിനക്ക് ഓർമ്മയില്ലയോ? എത്രയെത്ര അവസരങ്ങളിലാണ് നിനക്ക് ചില വാഗ്ദത്തങ്ങൾ തന്നത്? എത്രയെത്ര സമയങ്ങളിലാണ് നിന്നെ അവൻ കൈതൊട്ട് അനുഗ്രഹിച്ചത്? നിൻ്റെ വേദനകൾ അവൻ മാറ്റിയത്, നിൻ്റെ ഹൃദയത്തിലെ നൊമ്പരങ്ങൾ അവൻ മാറ്റിയത്, ഹൃദയത്തിനകത്തുണ്ടായിരുന്ന ചില ഭാരങ്ങൾ അവൻ എടുത്തു മാറ്റിയത്, നിൻ്റെ മാറാ രോഗങ്ങൾ അവൻ മാറ്റിയത്, നിൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ഓർമ്മയില്ലേ? നീ ചിന്തിക്കൂ. ഏതാനും വർഷം മുമ്പുള്ള നിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. അന്നത്തെ അനുഭവമാണോ ഇന്നുള്ളത്? അന്നത്തെ നിൻ്റെ സ്ഥിതിയാണോ ഇന്നുള്ളത്? യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. 10 രൂപ ബസ്സിൽ കയറി യോഗത്തിന് പോകാൻ മാർഗം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നോ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് 10 അല്ല, 100 അല്ല, 1000 അല്ല, 10,000 അല്ല, ഇഷ്ടം പോലെ ചെലവഴിക്കാൻ നിൻ്റെ കൈ നിറച്ച് തന്നില്ലയോ? ദൈവത്തിന് സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നീ ഓർത്തു നോക്കൂ. ഇന്ന് നിനക്ക് സുഭിക്ഷതയല്ലയോ? ആഹാരത്തിന് നിനക്ക് മാർഗമുണ്ടല്ലോ. ഇന്ന് നിനക്ക് നല്ല വരുമാനമുണ്ടല്ലോ. ഇന്ന് നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു കുടുംബമുണ്ടല്ലോ. ഒരു നല്ല കിടപ്പാടമുണ്ടല്ലോ. വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന കാലങ്ങൾ ഓർത്തു നോക്കൂ. എന്നാൽ ഇന്ന് നീ സ്വന്തം ഭവനത്തിൽ വസിക്കുകയല്ലയോ? ഓർത്തു നോക്കൂ. അന്ന് നീ പല രീതിയിൽ മനസ്സ് നൊമ്പരപ്പെട്ട് വലഞ്ഞ കാലമല്ലയോ? എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ. ജീവനുള്ള ദൈവം ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളോട് പഴയ കാലങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു. പഴയ കാലങ്ങൾ ഓർക്കുക. നടന്നു പോകുന്ന പാതകൾ ഓർക്കുക. നടന്നു വന്ന വഴികൾ ഓർക്കുക. ദൈവത്തിന് സ്തോത്രം. നടന്നു വന്ന വഴികൾ മറക്കരുത്. നീ പിന്നിട്ട പാതകൾ മറക്കരുത്. നീ ജീവിതത്തിലെ പഴയ കാലങ്ങൾ മറക്കരുത്. ദൈവം നിന്നെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം നിന്നെ സ്നേഹിച്ച് ഇത്രയും കാലം നടത്തിയില്ലയോ? നിന്നെ ജനത്തിൻ്റെ മധ്യത്തിൽ തലയെടുപ്പോടെ നിർത്തിയില്ലയോ? ദേശത്തിലെ ഉന്നതികളിൽ മേൽ അവൻ നിന്നെ നടകൊള്ളുമാറാക്കിയില്ലയോ? ദേശത്തിലെ ഉന്നതികളിൽ മേൽ നടകൊള്ളുമാറാക്കിയില്ലയോ? ഓർത്തു നോക്കൂ. നിനക്കൊരു അഡ്രസ്സ് തന്നില്ലയോ? അഡ്രസ്സ് ഉണ്ടായിരുന്നില്ലല്ലോ. ഹല്ലേലൂയ. അഡ്രസ്സ് ഉണ്ടായിരുന്നില്ലല്ലോ. പേരുണ്ടായിരുന്നില്ലല്ലോ. ആരും നിന്നെ അറിയില്ലായിരുന്നല്ലോ. ഇന്ന് നിനക്കൊരു അഡ്രസ്സ് ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. നിനക്ക് അഭിമാനിക്കാൻ എന്തുണ്ട്? നിൻ്റേതായിട്ട് എന്തുണ്ട്? അഭിമാനകരമായിട്ട് എന്തുണ്ട്? ചിന്തിച്ചു നോക്കൂ. ഒന്നുമില്ലല്ലോ. അഭിമാനിക്കാൻ ഒന്നുമില്ല. ലജ്ജാകരമായ പാവങ്ങളല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ലജ്ജാകരമായ ജീവിതമല്ലായിരുന്നു. കോപിച്ച് ക്രുദ്ധിച്ച് കലഹിക്കുന്ന സ്വഭാവമല്ലായിരുന്നുവോ പണ്ടുണ്ടായിരുന്ന സ്വഭാവം? എന്താണ്? എന്നും വഴക്കടിക്കുന്ന സ്വഭാവമല്ലയോ? വീട് കലക്കുന്ന സ്വഭാവമല്ലയോ? മാതാപിതാക്കളെ നൊമ്പരപ്പെടുന്ന സ്വഭാവം അല്ലയോ? ഭാര്യയെ കഠിനമായി അടിച്ച സ്വഭാവമല്ലയോ? ഭർത്താവിനെ വേദനിപ്പിച്ച സ്വഭാവമല്ലയോ? ഓർത്ത് നോക്കൂ. മാതാപിതാക്കൾ അനുസരിക്കാത്ത ജീവിതമല്ലയോ? തകർന്നു പോയ ജീവിതമല്ലയോ? അതല്ലയോ ജീവനുള്ള ക്രിസ്തു കെട്ടിപ്പടുത്തു തന്നത്? അതല്ലയോ കർത്താവായ യേശു ക്രിസ്തു പടുതുയർത്തി തന്നത്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. മാറാ രോഗങ്ങൾ മാറ്റിയില്ലയോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ചിന്തിച്ചു നോക്കൂ. മാറാ രോഗങ്ങൾ മാറ്റി. എൻ്റെ ദൈവമേ, ഓർത്താൽ സ്തുതിക്കാതിരിക്കുന്നത് എങ്ങനെ? കർത്താവെ, എണ്ണി സ്തുതിക്കാതിരിക്കുന്നത് എങ്ങനെ? ഓർത്താൽ വാഴ്ത്തിപ്പാടാതിരിക്കുന്നത് എങ്ങനെ? നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ശീമോൻ പത്രോസ് കർത്താവിൻ്റെ അരികിലേക്ക് വന്ന് നിന്നപ്പോൾ ചോദിക്കുകയാണ്, നീ ഇവരിലെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നു? ഈ നിൻ്റെ കൂട്ടുകാർ അവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? അവരെക്കാൾ അധികം നീ അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ അവരെന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ കാണുന്ന പടകിനേക്കാളും വലയേക്കാളും ഈ തൊഴിലിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവത്തിന് സ്തോത്രം. ശീമോൻ പത്രോസ് വളരെ വിനീതനായി നിന്നു. സ്നേഹത്തിനല്ലേ നിൽക്കുന്നത്? സ്നേഹം നിറഞ്ഞു നിൽക്കുന്നിടത്തല്ലേ നിൽക്കുന്നത്? ശീമോൻ അങ്ങ് തകർന്നുപോയി. ശീമോൻ അങ്ങ് തകർന്നുപോയി. പാവം. ശീമോൻ പറഞ്ഞു, വായിച്ചേ. അതിനെ അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് പറഞ്ഞപ്പോൾ ഞാൻ സ്നേഹിക്കുന്നു പറഞ്ഞില്ല. പറഞ്ഞത് എന്താണ്? കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. സ്നേഹിക്കുന്നു പറയുന്നത് അഗപ്പയാണ്. അത് ദിവ്യസ്നേഹമാണ്, സ്വർഗീയ സ്നേഹമാണ്. എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഫീലിയോ എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. അത്രേ പറയാൻ ധൈര്യമുള്ളൂ. നല്ല സത്യസന്ധത്തോടെയാണ് പറയുന്നത്. അല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ചുമ്മാ പറയുകയില്ല. സ്വർഗത്തിലെ ദൈവത്തോടല്ലേ പറയുന്നത്. പത്രോസിന് അറിയാം ആരുടെ മുമ്പിലാണ് ഞാൻ പറയുന്നതെന്ന് അറിയാം. പത്രോസ് പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് പറയുകയാണ്, എനിക്ക് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. അടുത്ത വാക്യം. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. കർത്താവ് സ്റ്റാൻഡേർഡ് അല്പം കുറച്ചു. എന്താ അത്? ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ളത് വിട്ടു കർത്താവ്. ഇവരിലധികമായി എന്നുള്ളത് കർത്താവ് ഇപ്പോൾ ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒരു പടി കൂടി കർത്താവ് താണു. ഒരു പടി കൂടി കർത്താവ് സ്റ്റാൻഡേർഡ് കുറച്ചു. ആ നിലവാരം താഴ്ത്തി. ഇവരിലെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യം മാറ്റി, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നായി.
ഉടനെ പത്രോസ് പറഞ്ഞു, അതിനെ അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും പറയുകയാണ്, കർത്താവേ, നിനക്കറിയാമല്ലോ എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നിനക്കറിയാമല്ലോ. ഞാൻ കാര്യം പല അബദ്ധങ്ങൾ കാണിച്ചവനാണ്, അവിവേകം വന്നവനാണ്, ഞാൻ നിന്നെ തള്ളി പറഞ്ഞവനാണ്. പക്ഷേ തൊണ്ട ഇടറുന്നുണ്ടാവില്ലേ, ശീമോൻ്റെ തൊണ്ട ഇടറുന്നുണ്ടാകും. ഞാൻ നിന്നെ തള്ളി പറഞ്ഞവനാണ്. ഞാൻ ഈ ബാക്കി 6 പേരും കൂടെ തെറ്റിപ്പോവാനും കാരണക്കാരനായിപ്പോയി. എന്നാലും കർത്താവ് നിനക്കറിയാമല്ലോ എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന്. കർത്താവ് എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. ആടുകളെ പാലിക്ക എന്ന് അവനോട് പറഞ്ഞു. അടുത്ത വാക്യം. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. സ്തോത്രം. മൂന്നാമതും കർത്താവ് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശീമോനെ, ആട്ടെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ? നിനക്കെന്നോട് പ്രിയമുണ്ടോ? അത്രയെങ്കിലും ഉണ്ടോ മോനെ? മൂന്നാമത് അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ, കർത്താവ് എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവെന്ന് അവനോട് പറഞ്ഞു. എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു, നീ സകലവും അറിയുന്നവനാണ്. കർത്താവേ, ഞാൻ എന്താ പറയാനുള്ളത്? എനിക്ക് എന്ത് പറയാനുണ്ട്? കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആടുകളെ മേയ്ക്കുക. ആദ്യം നാം കാണുന്നത് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന്. രണ്ടാമത് നാം കാണുന്നത് എൻ്റെ ആടുകളെ പാലിക്കുക എന്ന്. മൂന്നാമത് നാം കാണുന്നത് എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന്. ദൈവത്തിന് സ്തോത്രം. ഒരു കൂട്ടം ആടുകളുണ്ട്, അവരെ മേയ്ക്കണം, അവരെ ഫീഡ് ചെയ്യണം, അവർക്ക് ആഹാരം കൊടുക്കണം, അവരെ മേയിച്ച് അവരെ പച്ചപ്പുൽ പർവ്വതാരികളിലൂടെ നയിക്കണം, അവരെ പച്ചപ്പുൽ മേടുകളിലൂടെ നയിക്കണം, അവരെ സന്തോഷത്തിൻ്റെ കുളിർജലം കൊടുത്ത് അവരുടെ ദാഹം തീർക്കണം, അവർക്ക് വിശപ്പകറ്റണം, അവരുടെ ദാഹം തീർക്കണം. എനിക്ക് ആ കാര്യം ഫലമേൽപ്പിക്കാൻ നിന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആടുകളെ പാലിക്കാൻ ഞാൻ നിന്നിൽ ആശ വച്ചിരിക്കുകയാണ്. ഒരു കൂട്ടം ആടുകളുണ്ട്, ഈ ആടുകൾക്ക് ആഹാരം കൊടുക്കാൻ, അവരെ മേയ്ക്കാൻ നിന്നെ ഞാൻ ആക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിന് ഒന്നാമത്തെ യോഗ്യത ഇതാണ്, നിനക്കെന്നോട് സ്നേഹം വേണം. കുറഞ്ഞത് നിനക്കെന്നോട് പ്രിയം വേണം, നിനക്കെന്നോട് സ്നേഹം വേണം. ഇവരെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എനിക്ക് നിന്നൊരു കാര്യം ഏൽപ്പിക്കാനുണ്ട്. ഇവരെല്ലാം അധികമായി നിന്നെ സ്നേഹിക്കുന്നെങ്കിൽ എനിക്ക് നിന്നൊരു വേല ഫലമേൽപ്പിക്കാനുണ്ട്. സ്നേഹമില്ലെങ്കിൽ വേലയില്ല, സ്നേഹമില്ലെങ്കിൽ ശുശ്രൂഷയില്ല, സ്നേഹമില്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഫലപ്രദമായ വേല ചെയ്യാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിനോടുള്ളതായ സ്നേഹം, ക്രിസ്തുവിനുള്ളതായ സ്നേഹത്തിലുള്ള സമർപ്പണം, ക്രിസ്തുവിനെ എല്ലാറ്റിലുപരിയായി സ്നേഹിക്കണം എന്നുള്ളതായ സമർപ്പണത്തിൻ്റെ തീജ്വാല ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വേലയുള്ളൂ, ശുശ്രൂഷയുള്ളൂ, അവിടെ അനുഗ്രഹകരമായ വേല നടക്കുകയുള്ളൂ, ആടുകളെ മേയ്ക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞു, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ, അനാഥീമ, ശപിക്കപ്പെട്ടവൻ. ശാപയോഗ്യമായ കാര്യമാണ് സ്നേഹമില്ല എന്നുള്ളത്. കർത്താവിനെ സ്നേഹിച്ചു കൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, ഇനി ക്രിസ്തുവിനോടൊരു സ്നേഹം വരുന്നുണ്ടോ? ക്രിസ്തുവിനോട് സ്നേഹമുണ്ടെങ്കിൽ അവിടെ ഭയമില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ക്രിസ്തുവിനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്കെപ്പോഴും ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കടന്നുചെല്ലാം, കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് കടന്നുചെല്ലാം. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോഴാണ് പറഞ്ഞത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടുന്നത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ധൈര്യത്തോടെ കടന്നുചെല്ലാം. ഭയത്തിൻ്റെ ആവശ്യമില്ല. കടന്നുചെല്ലാം. ആവശ്യങ്ങൾ തുറന്നു പറയാം, ഉള്ളങ്ങോട്ട് തുറക്കാം, ഹൃദയഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കാം, സങ്കടങ്ങളെല്ലാം അവനോട് പറയാം, ആവശ്യങ്ങളെല്ലാം അവനെ ബോധിപ്പിക്കാം. ഹൃദയത്തിൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞിട്ട് കർത്താവിൽ നിന്ന് ആശ്വാസം പ്രാപിക്കാം. ഹൃദയം വിങ്ങുന്നവരില്ലേ, ഹൃദയം പുകയുന്നവരില്ലേ, മനസ്സ് പുകഞ്ഞ് വലയുന്നവരില്ലേ, ഉള്ളുരുകി വിഷമിക്കുന്നവരില്ലേ, ഒരു തീരം പറ്റാൻ സാധിക്കാതെ, കരിയെടുക്കാൻ സാധിക്കാതെ അങ്ങ് നീർച്ചുഴിയിലകപ്പെട്ട് വലയുന്നവരില്ലേ, ജീവിതം താറുമാറായി പോയവരില്ലേ? സ്നേഹിത, നിൻ്റെ ജീവിതം നശിച്ചു എന്നാണ് നീ വിചാരിക്കുന്നത്. മകനെ, ഇനി ജീവിക്കണ്ട എന്നാണ് നിനക്ക് തോന്നുന്നത്. മകളെ, ഞാൻ മരിക്കുകയല്ലേ നല്ലതെന്നാണ് നിനക്ക് തോന്നുന്നത്. എന്നാൽ യേശു നിൻ്റെ അരികിലേക്ക് വന്ന് സ്നേഹത്തോടെ നിന്നോട് പറയുന്നു,
മോളെ നിൻ്റെ ജീവിതത്തിന് ഇനിയും പ്രതീക്ഷയുണ്ട്. മകനെ നിൻ്റെ ജീവിതത്തിന് ഇനിയും ആശയ്ക്ക് വകയുണ്ട്. നീ എഴുന്നേൽക്കുക, ഞാൻ നിന്നെ നയിക്കാം, ഞാൻ നിനക്ക് ആഹാരം തരാം, ഞാൻ നിനക്ക് ജീവിതത്തിൽ ജീവസന്ധാനത്തിനുള്ള വഴി കാണിച്ചു തരാം, നിനക്ക് മുന്നോട്ടുള്ള ഗതി ഞാൻ തരാം. ഇന്ന് നീ വീർപ്പുകൊണ്ടുന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ പരിഹരിച്ചു തരാം, നിൻ്റെ ആവശ്യ ഭാരങ്ങളെല്ലാം ഞാൻ നിറവേറ്റി തരാം. യേശു നമുക്ക് വാഗ്ദാനം തരികയാണ്. ആശ്വാസം തരുന്നതിനായ ക്രിസ്തു ഇന്ന് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾക്ക് വിശ്രമം തരും. ആശ്വാസം തരുന്ന ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ഓടി അണയുമോ? അത് കുരിശിൻ്റെ ചുവടാണ്, അത് സ്ലീബായുടെ തണലാണ്. ആ സ്ലീബ് ആ തണലിലേക്ക് നിങ്ങൾക്ക് ഓടി വരാം, കുരിശിൻ ചുവട്ടിലേക്ക് ഓടി അണയാം, നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കാം. യേശുവിനോട് പറയാം, യേശുവേ, ഇത്രയും കാലം നിന്നെ അറിയാതെ ഞാൻ ജീവിച്ചു, നന്ദിയില്ലാത്തനായി ഞാൻ ജീവിച്ചു, സ്നേഹമില്ലാത്തവളായി ഞാൻ ജീവിച്ചു. എന്നാൽ നാഥ, ഇന്നു മുതൽ നിന്നെ സ്നേഹിച്ച് നിൻ്റെ വേല തികച്ച് എൻ്റെ ആയുസ് തികയ്ക്കുവാൻ കൊതിച്ചുകൊണ്ട് ഞാനിതാ തിരുമുൻപാകെ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ഈ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും തിരുമുൻപാകെ ഞാൻ സാഷ്ടാംഗം സമർപ്പിക്കുന്നു. നാഥ, എൻ്റെ ആളത്ത് മുഴുവനായി തിരുമുൻപാകെ ഞാൻ അടിയറ വയ്ക്കുന്നു. കുരിശിലെ സ്നേഹത്തിൻ്റെ ബലിവേദിയിൽ എന്നെ തന്നെ അർപ്പണം ചെയ്യുന്നു, എന്നെ തന്നെ സമർപ്പിക്കുന്നു, കുരിശിലേക്ക് എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. നാഥ, എന്നെ തൊടണമേ, എന്നെ സ്വീകരിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, തൃക്കരയുടെ ശിരസിൽ വയ്ക്കണമേ, എൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കണമേ, എന്നെ നയിക്കണമേ, നിൻ്റെ രണ്ടാമത്തെ ഒരു വേണ്ടി എന്നെ ഒരുക്കണമേ, എൻ്റെ സകല പാവങ്ങൾ ക്ഷമിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കിയാൽ മാറ്റണമേ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹ നിമിഷങ്ങൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. തിരുവചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വേണ്ടി ഒരുക്കണമേ, ഒരു വിശുദ്ധ ജനം ഉണർന്നു വരുവാൻ ഇടയാക്കണമേ, എല്ലാവരെയും നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ.